നമസ്കാരം. ഉഗ്രൻ നീക്കത്തിന് ഇന്ത്യയും ഖത്തറും തയ്യാറെടുക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കും ഇനി നേട്ടത്തിന്റെ നാളുകളാകും വന്നു ചേരുക. ഇന്ത്യയും ഖത്തറും നിക്ഷേപം സംബന്ധിച്ച സംയുക്ത ടാസ്ക് ഫോഴ്സിന്റെ ആദ്യ യോഗം നടത്തിയത് നിർണായകമാവുകയാണ്. ഇന്ത്യയുടെയും ഖത്തറിന്റെയും നേതൃത്വങ്ങളുടെ കാഴ്ചപ്പാടിനനുസൃതമായും നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ വകുപ്പ് സെക്രട്ടറി അജയ് സേത്ത്, ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എച്ച് മുഹമ്മദ് ബിൻ ഹസൻ അൽ മാൽക്കി എന്നിവർ ഇരു രാജ്യങ്ങളുടെയും മികച്ച നേട്ടങ്ങൾക്കായി നിർണായക വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പരസ്പര വളർച്ചയും അഭിവൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ആവേശത്തിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുടനീളം ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്കും നിക്ഷേപ അവസരങ്ങൾക്കും സമന്വയ സഹകരണത്തിനുമുള്ള കൂട്ടായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇരു രാഷ്ട്രങ്ങളുടെയും പ്രതിബദ്ധത യോഗത്തിൽ ആവർത്തിച്ചു. സാങ്കേതിക വിദ്യയിലേക്കും നവീകരണത്തിലേക്കും ഊർജ്ജ മേഖലയിലേക്കും വിപുലമായ നേട്ടങ്ങൾ കൊയ്യേണ്ടതുണ്ട്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ശക്തമായ സാമ്പത്തിക ബന്ധത്തിന്റെ പ്രാധാന്യം സംയുക്ത ടാസ്ക് ഫോഴ്സ് നിക്ഷേപം അല്ലെങ്കിൽ ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അടിവരയിടുന്നുണ്ട്. ഇത് പങ്കിട്ട മൂല്യങ്ങളിലും പൊതുലക്ഷ്യങ്ങളിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനായുള്ള കാഴ്ചപ്പാടിലും വേരൂന്നിയതാണ്. ഇന്ത്യ ഖത്തർ ബന്ധം ആഴത്തിൽ വേരൂന്നിയതാണ് എന്ന വസ്തുത ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ 1973 ഇന്ത്യയും ഖത്തറും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ചത്. ഇന്ത്യ ദോഹയിൽ ഒരു എംബസി പരിപാലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖത്തർ ന്യൂഡൽഹിയിൽ ഒരു എംബസിയും മുംബൈയിൽ ഒരു കോൺസുലേറ്റും പരിപാലിക്കുന്നു. പ്രതിരോധവും സൈനിക ബന്ധങ്ങളും മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഖത്തറിൽ നടക്കുന്ന ദോഹ ഇന്റർനാഷണൽ മാരിടൈം ഡിഫൻസ് എക്സിബിഷനിലും കോൺഫറൻസിലും ഇന്ത്യ പതിവായി പങ്കെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും ഇന്ത്യ സ്ഥാപിച്ച പ്രതിരോധ ഇടനാഴികളിലൂടെ ഖത്തർ കമ്പനികൾക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിക്ഷേപം നടത്താം. ഉഭയകക്ഷി വ്യാപാരം എടുത്തു പറയേണ്ടതാണ്. 2022-23 ഖത്തറുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം $18.77 ബില്യൺ ആണ്. 2022-23 കാലയളവിൽ ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $1.96 ബില്യൺ ഖത്തറിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി $16.8 ബില്യൺ LNG, LPG, കെമിക്കൽസ്, പെട്രോകെമിക്കൽസ്, പ്ലാസ്റ്റിക്, അലുമിനിയം ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇന്ത്യയിലേക്കുള്ള ഖത്തറിന്റെ പ്രധാന കയറ്റുമതി. ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതിയിൽ ധാന്യങ്ങൾ, ചെമ്പ്, ഇരുമ്പ്, ഉരുക്ക്, പച്ചക്കറികൾ, പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, മറ്റ് യന്ത്രങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ, തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, വിലയേറിയ കല്ലുകൾ, റബ്ബർ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഖത്തർ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ LNG വിതരണക്കാരനാണ് എന്ന് തന്നെ പറയാം. ഇന്ത്യൻ തുറമുഖങ്ങളെ ഖത്തറുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യ ഖത്തർ എക്സ്പ്രസ് സർവീസ് എന്ന പേരിൽ നേരിട്ടുള്ള ഷിപ്പിംഗ് ലൈനുകൾ തുറന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഖത്തറിന്റെ ഇറക്കുമതിയിൽ ഗണ്യമായ വർധനവിന് സഹായകമായത്. ഖത്തറിലെ ഹമദ് തുറമുഖത്തെ മുന്ദ്ര, അതായത് ഗുജറാത്തിലെ തുറമുഖവുമായും ഇന്ത്യയിലെ നവാഷവ തുറമുഖം എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. അതേപോലെ തന്നെ ഇന്ത്യയിലെയും ദോഹയിലെയും വിവിധ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകളുമായി ഇന്ത്യ ഖത്തർ ബന്ധിപ്പിച്ചിരിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, വിസ്താര, ഗോ എയർ, ഖത്തർ എയർവേസ് എന്നിവ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. നമുക്കറിയാം, ധാരാളം ഇന്ത്യൻ പൗരന്മാരാണ് ഖത്തറിൽ താമസിക്കുന്നത്. അവർ ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹത്തെ ഉൾക്കൊള്ളുന്നു. കൂടാതെ വൈദ്യശാസ്ത്രം ഉൾപ്പെടെയുള്ള വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിന് ധനസഹായം നൽകൽ, അനുബന്ധ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിനിമയം സുഗമമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ഭീകരവാദം എന്ന ആഗോള വിപത്തിനെ ലഘൂകരിക്കാൻ സഹകരിക്കാനുള്ള തങ്ങളുടെ ഉറച്ച തീരുമാനം ഇരു രാജ്യങ്ങളും എടുത്തിട്ടുണ്ട്. ഊർജ്ജ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഖത്തർ പ്രകൃതിവാതകത്തിന്റെ ഇന്ത്യയുടെ മുൻനിര ഇറക്കുമതി പങ്കാളിയാണ്. ചുരുക്കത്തിൽ ഖത്തർ ഇന്ത്യയുടെ പ്രായോഗികവും വിശ്വസനീയവുമായ ഒരു പങ്കാളി തന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നീക്കങ്ങൾ ഇരു കൂട്ടർക്കും നേട്ടമുണ്ടാക്കുന്നത് തന്നെയാണ് എന്നതും മനസ്സിലാക്കണം.